ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനായി ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇപ്പോൾ. ഇന്ന് നമ്മൾ സമാധാനത്തിൻ്റെ റാണിയായ കന്യാമറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമ്മൾ കന്യാമറിയത്തെ മാതാവായും സമാധാനത്തിൻ്റെ റാണിയായും അനുസ്മരിക്കുന്നു. മറിയം തൻ്റെ മകനായ യേശുവിൻ്റെ മാതാവ് മാത്രമല്ല, ലോകം മുഴുവൻ സമാധാനത്തിൻ്റെ വാക്കുകൾ പ്രചരിക്കുന്ന ദൈവത്തിൻ്റെ ശാന്തിയുടെ ദാതാവുമാണ്. നസ്രേത്തുകാരിയായ ഈ യൗവന സുന്ദരി ദൈവത്തിൻ്റെ ആഹ്വാനം ശ്രവിച്ച് തൻ്റെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെ ലോകത്തിന് ഏറ്റവും വലിയ സമ്മാനം നൽകി നമ്മുടെ രക്ഷകൻ. മറിയത്തിൻ്റെ ജീവിതം സമാധാനത്തിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ ജനനം മുതൽ ക്രൂശീകരണം വരെ എല്ലായിടത്തും തൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മ എല്ലായിടത്തും അനുഭവിച്ച പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എങ്ങനെ മറികടന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അനന്തമായ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിച്ചു. ആ മനോഭാവം നമുക്ക് പ്രചോദനമാണ്. മറിയം നമ്മോടൊപ്പം നിത്യസാന്നിധ്യമായി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അമ്മയുടെ ഇടപെടൽ തേടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരാൻ അമ്മ സഹായിക്കുന്നു. ആ പ്രത്യേകത പ്രത്യേകിച്ചും പ്രാർത്ഥനകളിലും ജപമാലകളിലും വ്യക്തമായി അനുഭവപ്പെടുന്നു. ജപമാലയിലെ സമാധാനത്തിൻ മാതാവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ആത്മാവിന് ആശ്വാസം നൽകുന്നു, ദുഃഖത്തിൽ കരുത്തും നൽകുന്നു. സമാധാനം, അതാണ് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും ആവശ്യം. യുദ്ധം, കലഹം, കാപട്യം എന്നിവ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മറിയത്തിൻ്റെ സമാധാന സന്ദേശം നമുക്ക് അത്യാവശ്യമാണ്. അമ്മയുടെ മാതൃത്വം, അമ്മയുടെ കരുതൽ, അമ്മയുടെ പ്രാർത്ഥനകൾ ലോകത്തെ ശാന്തമാക്കാൻ നമുക്ക് പ്രേരണയാണ്. സമാധാനത്തിനായുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. സമാധാനത്തിൻ്റെ റാണിയായ മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും സമർപ്പിക്കാം. മാതാവ് നമ്മുടെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥയാവട്ടെ. നമ്മുടെ ജീവിതത്തിലും ലോകത്തിലേക്കും ദൈവസമാധാനം കൊണ്ടുവരട്ടെ. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, വിശ്വസിക്കാം. നന്ദി.